ഒരു 3 മിനിറ്റിൽ നമുക്ക് ഈസി ആയിട്ട് ഒരു 1/2 കിലോ കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചാലോ? കേക്ക് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, എടുക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം പുതിയതായിരിക്കണം, ഫ്രഷ് ആയിരിക്കണം, നിയർ ടു എക്സ്പയറി ആയിരിക്കരുത്. 2, നമ്മൾ എടുക്കുന്ന പാത്രത്തിലൊന്നും വെള്ളത്തിൻ്റെ അംശം കാണാൻ പാടില്ല. പിന്നെ ഞാൻ എടുക്കുന്ന ഈ പാത്രങ്ങളൊക്കെ കുറച്ച് പൊട്ടലും ചീറ്റലും ഒക്കെ കാണും. കാരണം കഴിഞ്ഞ 6 വർഷമായിട്ട് ഞാൻ ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ബേക്കിങ്ങിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ 1 കപ്പ് മൈദയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/8 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ നന്നായിട്ട് ഒരു 4-5 വട്ടം അരിച്ചെടുത്തു. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് നമ്മൾ മുട്ടയുടെ മഞ്ഞയും വെള്ളയും കൂടെ സെപ്പറേറ്റ് ആക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒരുമിച്ച് തന്നെ ചെയ്യാം കേട്ടോ. പക്ഷേ എനിക്ക് ഇതാണ് സെല്ല് ചെയ്യാൻ ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു രീതി. കാരണം അപ്പോഴാണ് കൂടുതൽ സ്പോഞ്ചി ആയിട്ട് കിട്ടുക. അപ്പം ഞാൻ എഗ് വൈറ്റും എഗ് യോക്കും സെപ്പറേറ്റ് ആണ് ബീറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം എഗ് വൈറ്റ് ബീറ്റ് ചെയ്ത് വെച്ചു. കാരണം എഗ് യോക്ക് ബീറ്റ് ചെയ്ത് കഴിഞ്ഞ് സെയിം ബീറ്റർ കൊണ്ട് ബീറ്റ് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് പതഞ്ഞു വരില്ല. അപ്പം നമ്മുടെ എഗ് യോക്കിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ എന്താണോ എസൻസ്, ഞാനിപ്പോൾ ഇവിടെ വാനില എസൻസ് ആണ് ഒഴിച്ചിരിക്കുന്നത്, അതിട്ട് ഒരു 3 സെക്കൻഡ് ബീറ്റ് ചെയ്തതിന് ശേഷം പഞ്ചസാര ആഡ് ചെയ്യുക. പൊടിച്ച പഞ്ചസാരയാണ്. ഞാനിവിടെ 1/4 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അതിട്ടിട്ട് നന്നായിട്ട് ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പം ഞാൻ ഈ പണിയൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ ശമ്പൂട്ടൻ അടുത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ക്യാമറ ഓഫാക്കി ബട്ടർ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഏകദേശം 3 ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടർ ഒഴിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. അപ്പം ഞാൻ കണ്ടപ്പോഴാണ് പിന്നെ ഓണാക്കുന്നത്. അപ്പോൾ ദാ സൈഡിൽ ബട്ടർ കണ്ടില്ലേ? അത് നന്നായി ബീറ്റായി ക്രീമി ടെക്സ്ചറിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിരിക്കുന്ന മൈദ, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, ആ ഒരു മിക്സ്ചർ ഉണ്ടല്ലോ, അത് ഇതിനകത്തേക്ക് ഇട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. അതായത് ഇപ്പം നമ്മൾ ഒരു ടെൻഷനും എടുക്കണ്ട. കാരണം നമ്മൾ എഗ് യോക്കും എഗ് വൈറ്റും രണ്ടായിട്ടല്ലേ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ഒരു ടെൻഷനും വേണ്ട. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നമുക്കിത് മിക്സ് ചെയ്യാം. ഒരേ ഡയറക്ഷൻ വേണം അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. ഇതാണ് ഏറ്റവും വലിയ ഫ്ലഫി ആയിട്ട് കിട്ടാനുള്ള ടിപ്പ്. അപ്പോൾ ദാ ഏകദേശം ഒരു ചപ്പാത്തി മാവ് അല്ലെങ്കിൽ ഒരു ഓട്ടടയൊക്കെ ഉണ്ടാക്കുന്ന മാവില്ലേ, അതേപോലെ ആയിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് എഗ് വൈറ്റും കൂടി ആഡ് ചെയ്തിട്ട് ബീറ്റർ കൊണ്ട് ഒരു 30 സെക്കൻഡ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. പകുതി എഗ് വൈറ്റ് ആണ് നമ്മൾ ആദ്യം ആഡ് ചെയ്തത്. ബാക്കി പകുതി ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര ലൈറ്റായിട്ട് വേണം നമ്മൾ മിക്സ് ചെയ്യാൻ. കാരണം ഇപ്പോൾ ഈ എഗ് വൈറ്റിനകത്തുള്ള എയർ ബബിൾസ് ആണ് നമ്മുടെ കേക്കിനെ എത്രത്തോളം സ്പോഞ്ചി ആക്കണം എന്ന് തീരുമാനിക്കുന്നത്. എത്ര കിലോയുടെ കേക്കാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത് എങ്കിൽ പോലും അവസാനം ഒരു എഗ് വൈറ്റ് ഇങ്ങനെ അടിച്ച് ചേർത്താൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ 1/2 kg ഒരു കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ലൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലേക്ക് ഇത് നന്നായിട്ട് ഒഴിച്ചിട്ട് ഒരു 30 വട്ടം ടാപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരത്തെ, അതായത് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങുമ്പോഴേ ഒരു പാത്രം ടൈറ്റുള്ള മൂടിയോടുകൂടിയുള്ളത് ചൂടാക്കാൻ വെക്കണം. അതിനകത്തേക്ക് ഇറക്കി നമ്മളൊരു 30-35 മിനിറ്റ് വെച്ച് കഴിയുമ്പോൾ ഇതുപോലെയുള്ള സ്പോഞ്ചി ആയിട്ടുള്ള കേക്ക് കിട്ടും. ഐസിങ് ചെയ്യാൻ പിന്നെ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാമല്ലോ അല്ലേ.